ഹായ് മക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ശതമാനം എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ ഇത് വേഗം നിങ്ങളുടെ SSLC റിസൾട്ട് കഴിഞ്ഞ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. വേഗം Xylem +1 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സ്ക്രീനിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കാണാൻ പറ്റും. ഇതൊരു SSLC വിദ്യാർത്ഥിയുടെ പണ്ടത്തെ ഒരു റിസൾട്ടാണ്. ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏത് റിസൾട്ട് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മതി. A+ കിട്ടിയ കുട്ടികൾക്ക് ഒരു A+ കിട്ടിയാൽ ആ കുട്ടിക്ക് 9 പോയിന്റ് കിട്ടി. 2 A+ കിട്ടിയാൽ 18 പോയിന്റ് കിട്ടി. 5 A+ കിട്ടിയാൽ 5 × 9 45 പോയിന്റ് കിട്ടി. അതാണ് ഇതിന്റെ ഓർഡർ. A+ 9 പോയിന്റ്, A ഗ്രേഡിന് 8 പോയിന്റ്, B+ 7 പോയിന്റ്, B ഗ്രേഡിന് 6 പോയിന്റ്, അങ്ങനെ C+ 5, Cക്ക് 4, D+ 3. ഇങ്ങനെയാണ് ഗ്രേഡിന്റെ സിസ്റ്റം പോകുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഗ്രേഡ് പോയിന്റ്, ടോട്ടൽ ഗ്രേഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ കാണുന്ന കുട്ടിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. മൊത്തം 1, 2, 3, 4, 5, 6, 7 A+ ഉണ്ട്. സോ ഈ കുട്ടിയുടെ പെർസെൻറ്റേജ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് 7 × 9 ചെയ്യാം. A+ 9 ആണ്. 9 × 7 എന്ന് പറഞ്ഞാൽ 63 ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും A എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ആകെ ഒരു A ഗ്രേഡേ കിട്ടിയുള്ളൂ. അത് 2 A ഗ്രേഡ് ഉണ്ടെങ്കിൽ 2 × 8, 3 ആണ് 3 × 8. സോ ഒരു A ഗ്രേഡ് ആയതുകൊണ്ട് 1 × 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. പിന്നെ ഒരു B+ ഒരു B ആണ് ആ കുട്ടിക്ക് കിട്ടിയത്. അതുകൊണ്ട് B+ 1 × 7 7 ആൻഡ് Bക്ക് 1 × 6 6. അപ്പോൾ ടോട്ടൽ 10 വിഷയമായി. ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടുക. ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 63 70 80 14 63 70 70 14 84 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ ഗ്രേഡ് പോയിന്റ്. ഇതല്ല നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഈ കിട്ടിയ ഗ്രേഡ് പോയിന്റിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ 1.111 എക്സെട്ര എന്ന് പറയുന്ന ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ട്. അതാണ് നിങ്ങളുടെ പെർസെൻറ്റേജ്. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 84 × 100/90 ചെയ്താലും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ ഈ ചെയ്താൽ കിട്ടുന്ന ഗ്രേഡാണ് നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല, കാരണം ഇത് ഗ്രേഡ് പോയിന്റ് വെച്ചിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. ഗ്രേഡ് പോയിന്റ് കൃത്യമായിട്ടുള്ള പെർസെൻറ്റേജ് ആണ് ഈ കാണുന്നത്. ഇനി അതിലും ആക്യുറേറ്റ് ഉള്ളൊരു ഗ്രേഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കിന് വേണ്ടി നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട്. ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിന്റെ കോപ്പി നിങ്ങൾക്ക് കളക്ട് ചെയ്താൽ കിട്ടുന്നതാണ്. 10 സബ്ജക്റ്റുകൾക്കും നിങ്ങൾക്ക് ആൻസർ ഷീറ്റിന്റെ കോപ്പി കളക്ട് ചെയ്യാം. അതിൽ നിങ്ങളുടെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനോട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല, പക്ഷേ നമുക്ക് അറിയാൻ നല്ലതാണ്. കുറച്ചൊരു പൈസ കൊടുക്കേണ്ടതുണ്ട്. സോ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ മാർക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. +1 നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഈ ഒരു വീഡിയോ, കുഞ്ഞു വീഡിയോ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ബൈ.